അസ്സലാമലൈക്കും. ഷെറിൻസ് ടേസ്റ്റ് ദി ബെസ്റ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കാണിത്, ചീസി ചിക്കൻ ക്രേപ്പ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 250 ഗ്രാം ചിക്കനാണ്. അതിൽക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത്. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അങ്ങോട്ട് കുഴച്ചെടുക്കാം. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനു വേണ്ടി നമുക്ക് ഒരു പാൻ ചൂടാക്കിയിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. വെള്ളമൊന്നും ഒഴിക്കണ്ട, അങ്ങനെ തന്നെ വെന്താൽ മതി. ഇങ്ങനെ മൂടി വെച്ച് വേവിക്കുമ്പോൾ ചിക്കൻ ഒന്നുകൂടെ സോഫ്റ്റ് ആവും. ഇപ്പം നമ്മുടെ ചിക്കൻ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഈ ചിക്കൻ ഒന്ന് നമുക്ക് മിക്സിയിലിട്ടൊന്ന് പൊടിയാക്കി എടുക്കാം. ഒരുപാടൊന്നും പൊടിയാവണ്ട. ഇനി അതേ പാനിൽ തന്നെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പില ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു ഉള്ളിയും പകുതി ക്യാപ്സിക്കും കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ചിക്കന് പകരം വെജിറ്റബിൾസ് യൂസ് ചെയ്താലും നല്ല ടേസ്റ്റി ആയിരിക്കും. ക്യാരറ്റ്, ഗ്രീൻ പീസ്, കോളിഫ്ലവർ, മഷ്റൂം, ബീൻസ് ഇതെല്ലാം ഇട്ടാലും നല്ല ടേസ്റ്റിയാണ്. ചിക്കൻ തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. വെജിറ്റബിൾസ് യൂസ് ചെയ്താലും നല്ല ടേസ്റ്റിയാണിത്. ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നല്ലോണം വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഇതുപോലെ ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി മൈദ ദോശ തയ്യാറാക്കാം. അതിനു വേണ്ടി ഒരു മിക്സിയിലേക്ക് 1 കപ്പ് മൈദയും 2 മുട്ടയും 1/2 ടീസ്പൂൺ ഉപ്പും 1 കപ്പ് തേങ്ങാപ്പാലും 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. തേങ്ങാപ്പാലിന് പകരം പശുവിൻ പാലായാലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ തേങ്ങാപ്പാലാണ് യൂസ് ചെയ്തതെന്ന് മാത്രം. രണ്ടും കുഴപ്പമൊന്നുമില്ല. ഇത് നന്നായിട്ട് അടിച്ചതിന് ശേഷം നമുക്കൊരു ബൗളിലോട്ട് ഒഴിച്ച് വയ്ക്കാം. ഇതുപോലത്തെ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ. ഇനി ഒരു അപ്പച്ചട്ടി എടുത്ത് ഒരു കയ്യിൽ മാവ് ഒഴിച്ച് ഇതുപോലെ ഓരോ ദോശയും ചുട്ടിടുക. നോൺ സ്റ്റിക്ക് അപ്പച്ചട്ടിയാണെങ്കിൽ കുറച്ചും കൂടെ ഈസിയാണ്. ഓയിൽ ഒട്ടും വേണ്ട, വേഗം കിട്ടുകയും ചെയ്യും. ഫ്രൈ പാൻ യൂസ് ചെയ്താലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അതെടുക്കാം. ഇതുപോലെ ദോശ ഉണ്ടാക്കിയാൽ പ്രായമായവർക്കൊക്കെ കഴിക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇത് ഏകദേശം ഒരു 12 എണ്ണം ഉണ്ടാകും. 1 കപ്പ് മൈദ കൊണ്ട് നമുക്കൊരു 12 ദോശ വരെ കിട്ടും. ഇനി നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. കുറച്ച് മൊസറല്ല ചീസ് കൂടി വേണം. ആദ്യം 1 ടേബിൾ സ്പൂൺ മൊസറല്ല ചീസ് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് പരത്തി വയ്ക്കാം. പിന്നെ ഒരു 1-2 ടേബിൾ സ്പൂണ് ചിക്കനും ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം പരത്തി സെറ്റാക്കി വെക്കുക. എന്നിട്ട് ഇതുപോലെ 2 സൈഡും മടക്കി വെച്ച് കുറച്ച് മൈദ കലക്കി വെച്ചതും കൂടെ ഇതിൻ്റെ മേലെ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് മറ്റ് 2 സൈഡും കൂടെ ഇതിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുക്കുക. ഇത് വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. ചീസ് ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ഫുഡ് കഴിക്കാൻ മടിയുള്ള കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ സ്കൂളിലേക്ക് സ്നാക്സ് ആയിട്ടോ ഒക്കെ കൊടുത്തയക്കാം. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണല്ലോ. അപ്പോൾ ഇതിൽ കുറച്ച് വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുത്താൽ അവരത് അറിയാണ്ട് തന്നെ അങ്ങനെ കഴിച്ചു വയ്ക്കുള്ളൂ. ചീസി ഫ്ലേവർ ഉണ്ടാകുമ്പോൾ കുട്ടികൾക്കൊക്കെ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നല്ല ഹെൽത്തിയാണ്, കുറച്ച് റിച്ചാണ്. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കുട്ടികൾക്ക് കൊടുക്കാം. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കൂടുതൽ ഓയിലൊന്നും വേണ്ട, ജസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം.
ഓൾറെഡി മൈദ ദോശ കുക്ക് ചെയ്തെടുത്തതായതുകൊണ്ട് നമുക്കിത് ഒരുപാട് ഓയിൽ ഒഴിച്ചിട്ടൊന്നും വേണ്ട. എല്ലാ ഇൻഗ്രീഡിയൻസും ഫില്ലിങ്സ് ആയിക്കോട്ടെ ദോശ ആയിക്കോട്ടെ എല്ലാം ഓൾറെഡി കുക്ക്ഡാണ്. അപ്പോൾ നമുക്കിത് നേരെ ജസ്റ്റ് ഒന്ന് ഓയിലൊന്ന് ഒഴിച്ചൊന്ന് ജസ്റ്റ് 2 സൈഡൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ളൂ. കൂടുതൽ ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല. കണ്ടില്ലേ, ഇതുപോലെ നല്ല ചീസി ആയിട്ടുണ്ടാവും. കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല ടേസ്റ്റിയാണ്. വീട്ടിൽ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ വളരെ ഈസിയാണ് ഉണ്ടാക്കി കൊടുക്കാനും. അപ്പോൾ നിങ്ങളിത് വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും ഒരു ടേസ്റ്റി ആൻഡ് ഹെൽത്തി റെസിപ്പിയുമായി ഞാൻ വരും. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷെറിൻ.